എടാ തോമസ് കുട്ടി, ഞാൻ തേങ്ങ ഇടിച്ചുകൊണ്ടിരിക്കുക. ഈ തവണ ഒരു 1000 എണ്ണം കൂടുതലാ. തേങ്ങ ഒന്നിന് 6 രൂപ വെച്ച് 8000 തേങ്ങയുടെ വില നീ ഒന്ന് കൂട്ടിക്ക്. ഓല മെടഞ്ഞു കിട്ടിയ വകയില് 3000 രൂപ. കഴിഞ്ഞ മാസം തൊണ്ടും ചകിരിയും വിറ്റതിന്റെ 20,000 രൂപ. എല്ലാം കൂടെ 80,000 രൂപ. അത് നിന്റെ അക്കൗണ്ടിലിട്ടിട്ടുണ്ട്. പോരാത്തതിന് അച്ഛൻ ഓശാന പെരുന്നാളിന് കുരുത്തോലയും ചോദിച്ചിട്ടുണ്ട്. വെറുതെ കിട്ടുമല്ല അച്ഛന്റെ വിചാരം. അങ്ങേരച്ഛനാണേ, ഞാൻ മെത്രാനാ. ഇപ്പോഴും നീ നിന്റെ മദാമ പെമ്പിളായിട്ട് ലേലയാണോ? അയ്യോ, ഡൈവോഴ്സൊക്കെ അവിടെ വലിയ ചെലവാന്നാ കേട്ടത്. നീ ആ മദാമയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി മയക്കി കൊണ്ടുപോകും. എടാ, ഇച്ചിരി ലാഭമുള്ള ഒരു ഉപദേശം തന്നപ്പോ നീ അപ്പനെ വഴക്ക് പറയാതെ. ഒരു മിനിറ്റ്. എടാ, അതെടുക്കാതെടാ. അത് 18-ാം പട്ടയുടെയാ. അതിന്റെ കൊപ്രയ്ക്ക് എണ്ണ കൂടുതൽ കിട്ടും. ദാ, ഇതെടുത്തു. നിനക്ക് കറി കരച്ചാ മതിയല്ലോ. ആ, ഇങ്ങനെ ഒരു പിശുക്ക്. പോടാ. എന്താടാ ഒരു ബഹളം? അതാ പേരമരത്തിൽ പിള്ളേര് കയറിയതാ. ഓടിക്കടാ ആ നായിന്റെ മക്കളെ. വാട്ട്? സി മിസ്റ്റർ ഔസേപ്പേട്ടൻ, ജമ്പിംഗ് കോക്കനട്ട് ട്രീ, കട്ടിംഗ് ലീവ്സ്, കോക്കനട്ട് എക്സെട്രാ എക്സെട്രാ, കൊതുമ്പ്. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യില്ല, സോറി. എടാ, ഇനി നീ ഇംഗ്ലീഷ് മേലാ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, എന്റെ തേങ്ങ. ചേട്ടാ, ആക്ച്വലി ചേട്ടാ, ഈ NK ഭൂതം എന്ന് പറഞ്ഞ നിധിയാക്കുന്ന ഭൂതം എന്നാണോ അതോ നീലം കവിളി ഭൂതം എന്നാണോ? ചോദിക്കണ്ടായിരുന്നു. നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. എന്തായെന്ന് പറഞ്ഞ കാര്യം? അത് ഞാൻ എന്നേ പറഞ്ഞല്ലേ, പടഭണ്ഡാരം പോലത്തെ ചേട്ടന്റെ വീട്, അവിടെ 1,900 ഫർണിച്ചർ. ഇതൊക്കെ പെയിന്റ് അടിക്കാനും വാർണിഷ് അടിക്കാനും ചേട്ടൻ പറഞ്ഞ എമൗണ്ടേ പെയിന്റിന് പോയിട്ട് ഒരു പൈന്റിന് പോലും തകയൂല. ഇതാ നിനക്ക് നന്ദിയില്ലാന്ന് പറയുന്ന. നിന്റെ അപ്പൂപ്പൻ പഞ്ചായത്ത് ഓഫീസ് പെയിന്റ് ചെയ്യുമ്പോ കുതിരേന്ന് വീണ് കാലോടിഞ്ഞപ്പോ ഞാൻ ഒരുത്തനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ പേര് പറഞ്ഞ് ഇവന്റെ അപ്പനെ അപ്പൂപ്പനെ കൊണ്ട് എത്ര വട്ടമാ വീടിന്റെ പെയിന്റ് അടിപ്പിച്ചു. അതും ഫ്രീ ആയിട്ട്. എടാ, അടുത്ത് തന്നെ എന്റെ പിള്ളേർ അമേരിക്കയിൽ വരും. അപ്പൊ വീടൊന്ന് വൃത്തിയായിക്കോട്ടെ എന്ന് വെച്ചാ അതിന്റെയൊക്കെ കാല് പിടിക്കുന്ന. ഇത് ഔസേപ്പ് എല്ലാ വർഷവും പറയുന്നല്ലേ, എന്നിട്ടെന്താ പിള്ളേർ ഇതുവരെ എത്തില്ലല്ലോ. ചിലപ്പോ അമേരിക്കയിൽ നിന്ന് നടന്നായിരിക്കും വരുന്നത് അല്ലേ? വിളിക്കണ്ട, ആരും വിളിക്കണ്ട. എന്റെ മക്കളിങ് എത്തും മുമ്പേ ഞാൻ എന്റെ വീട് പെയിന്റ് അടിച്ച് കാണിച്ചു തരാം. അതും ഞാൻ പറഞ്ഞ റേറ്റിൽ. എന്നാ ഈ പണി ഞാൻ ഇന്ന് നിർത്തും. എന്നാലേ പണി നിർത്താൻ തയ്യാറായിക്കോ. പിന്നെന്തായി, ഈ മാസം നിന്റെ പെമ്മന്നോർത്തേക്ക് വല്ല വിശേഷമുണ്ടോ? എടാ, പിള്ളേരുണ്ടാകാൻ പള്ളിയായ പള്ളിയിലൊക്കെ നേർച്ച നേരുമല്ല വേണ്ടത്. നമ്മളായിട്ട് ഉത്സാഹിക്കേണ്ടതിന് നമ്മൾ തന്നെ ഉത്സാഹിക്കണം. നിനക്കെന്നും ഡേ ഡ്യൂട്ടി, അവക്കെന്നും നൈറ്റ് ഡ്യൂട്ടി. നിങ്ങൾ തമ്മിൽ വല്ലപ്പോഴും കണ്ടാലല്ലേ കർത്താവിന് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. അവൻ അവിടെ ചീത്ത വിളിക്കുക. അവന് കുഞ്ഞുങ്ങളുണ്ടായി കാണാൻ അവനേക്കാൾ ആഗ്രഹം എനിക്ക്. ബില്ല് തെളിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു? ഇത് നല്ല വെണ്ടയ്ക്ക അക്ഷരമല്ലേ? എനിക്ക് ഒന്നും കാണുന്നില്ലല്ലോ കുട്ടി. കന്നഡ മാറ്റേണ്ട സമയമായി. ഓ, മൊത്തം 249 രൂപ. 100. എന്റെ കയ്യിലെ 150 രൂപയേ ഉള്ളൂ. പരിചയക്കാരെങ്കിലും ഉണ്ടോ കടം വാങ്ങാൻ? ഞാനേ കുറെ ദൂരെന്ന് വരുവാ. വിലക്കുറവിന്റെ ബോർഡ് കണ്ട് കേറിപ്പോയതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ?
സാധനങ്ങൾ കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അരി 2 കിലോ, പഞ്ചസാര 1 കിലോ, ഉള്ളി 1 കിലോ, വാഷിംഗ് സോപ്പ് 2, ബാത്ത് സോപ്പ് 1. അരിക്കിപ്പം 32 രൂപ വിലയല്ലേ? അതെ. സത്യത്തിൽ ഷുഗറിന്റെ വ്യാധി വരുന്നതാ നല്ലത്. അതെന്താ? അരി ഭക്ഷണം കഴിക്കണ്ടല്ലോ. എന്തായാലും അരി വെട്ടി. ഞാൻ റേഷൻ അരി കൊണ്ട് ഒപ്പിച്ചോളാം. ഉള്ളിയും വേണ്ട. നമ്മൾ എന്തിനാ വില കേൾക്കുമ്പോഴേ കരയുന്നേ? 162 രൂപ. ഇപ്പോഴും 10 രൂപ കുറവാ എൻ്റെ കയ്യില്. ഇനിയിപ്പോ ബസൂലിക്കുള്ള കാശേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ അങ്കിൾ, ആ 10 രൂപ ഞാൻ പേ ചെയ്യാം. അല്ലാതെ ഇറ്റ്സ് ഓക്കെ അങ്കിൾ. ഈ പെണ്ണ് ഇതുവരെ വന്നില്ലേ? കൊത്തല്ലേ മിന്നു, ഇത് നിന്റെ അമ്മാളുവാ. ചേട്ടാ, മിന്നുകോഴിയിട്ട മുട്ട ഇന്നും പൊട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോഴിക്കൊരു ഷഡ്ഡി വാങ്ങിച്ചിട്ട് കൊടുക്കാൻ. കേട്ടോ? ഇല്ല, അതാ. എന്റെ വിനു സ്വർണം തൂക്കുന്ന പോലെ തൂക്കാതെ. എന്റെ പൊന്ന് കമലേച്ചി, സ്വർണത്തേക്കാ വിലയാ ഇപ്പൊ പച്ചക്കറിക്ക്. ഇതുപോലെ തൂക്കിയില്ലെങ്കിലേ നാളെ കുടുംബശ്രീ യോഗത്തിന് എന്റെ വീടും പറമ്പും വിൽക്കേണ്ടി വരും. ഏയ് വിനു, ഔസേപ്പേട്ടനായിരിക്കും. എനിക്ക് വയ്യ രാവിലെ തന്നെ ചീത്തവിളി കേൾക്കാൻ. നീ പോയി ഫോൺ എടുക്ക് പോ. നീ പോയി ഫോൺ എടുക്ക് പോ. ഈ ഔസേപ്പേട്ടനെ കൊണ്ട് ഞാൻ തൂറ്റു. ഹലോ എടി, നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ നേരം വെളുത്തിട്ട് കക്കൂസി പോയിട്ടില്ല. അയ്യോ, എന്നാ വേഗം ഡോക്ടറെ കാണിക്കേ. അതല്ലടി പോത്തെ, നിന്നെ എന്തിനാ ഇവിടെ ജോലിക്കാരിയായി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കക്കൂസി കൊണ്ടുപോവാനാ? തർക്കുത്തരം പറയാതെടി പോത്തെ. ബെഡ് കോഫി മുതൽ നീ വെച്ച് വിളമ്പി തരാമെന്നായിരുന്നു നമ്മൾ തമ്മിലുള്ള കരാറ്. ഇപ്പൊ മണി എത്രയായി? ഔസേപ്പേട്ട ഇന്ന് ചന്തയാ. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നീ എന്തും ചന്തയാ. ഓ, തമാശയായിരിക്കും. ഇന്ന് എനിക്ക് ചന്ത ദിവസം ഔസേപ്പേട്ട. പച്ചക്കറി ചന്തയിൽ എത്തിച്ചിട്ടേ എനിക്ക് വരാൻ പറ്റൂ. നേരം വൈകിയ വാസുവേട്ടൻ തമിഴന്മാരുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങും. അതോടെ 10-20 കുടുംബങ്ങൾ ഒരാഴ്ചത്തേക്ക് പട്ടിണിയാവും. അതിലും ഭേദം ഔസേപ്പേട്ടൻ ഒരു ദിവസം കക്കൂസി പോകാതിരിക്കുന്ന. ഇങ്ങനെ പോയാലേ ഞാൻ നിനക്ക് മണിക്കൂർ കണക്കിനെ കൂലി തരൂ, കേട്ടോ? ദേ, ഇനി വഴക്ക് പറഞ്ഞോണ്ടിരുന്ന ബെഡ് കോഫി മാത്രല്ല ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആവും. തൽക്കാലം ചക്കര ബെഡ് കോഫി താനെ ഇട്ട് കുടിക്കേ. അമ്മായി ഇപ്പങ്ങ് എത്തൂടെ മുത്തേ.